യേശു മഹോന്നതനേ ദിനവും കൃപ ചൊരിഞ്ഞിടണമേ. കൂരിരുളിൻ നടുവിൽ നീ വഴി കാട്ടിടണേ. കൂരിരുളിൻ നടുവിൽ നീ വഴി കാട്ടിടണേ. യേശു മഹോന്നതനേ ദിനവും കൃപ ചൊരിഞ്ഞിടണമേ. കൂരിരുളിൻ നടുവിൽ നീ വഴി കാട്ടിടണേ. കൂരിരുളിൻ നടുവിൽ നീ വഴി കാട്ടിടണേ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 18 അധ്യായത്തിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആ പുരുഷന്മാർ അവിടെ നിന്ന് പുറപ്പെട്ട് സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരെ യാത്രയയപ്പാൻ അവരോടുകൂടെ പോയി. അപ്പോൾ യഹോവ അരുളി ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചുവെക്കുമോ? അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ സകല ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളി ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചതുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വേദപുസ്തകത്തിൽ പ്രാർത്ഥനയെപ്പറ്റി ആദ്യം പറയുന്നിടത്തു തന്നെയാണ് മധ്യസ്ഥ പ്രാർത്ഥനയും നാം ആദ്യമായി കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 20 അധ്യായത്തിൽ ദൈവം അബീമലേക്കിനോട് അബ്രഹാമിന്റെ ഭാര്യയായ സാറയെ തിരികെ നൽകുവാൻ കൽപ്പിച്ചപ്പോൾ അബ്രഹാം അവനു വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറയുകയുണ്ടായി. നമ്മുടെ ആവശ്യങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കൂടെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. സോദോമും ഗോമോറയും അതിലെ ജനങ്ങളുടെ ദുഷ്ടത കണ്ട് ദൈവത്തിന്റെ ന്യായവിധിക്കായി നിലവിളിച്ചപ്പോൾ അബ്രഹാം തന്റെ ചാർച്ചക്കാരനും നീതിമാനുമായ ലോത്ത് ആ പട്ടണത്തിലുള്ളതിനാൽ കർത്താവിന്റെ ദയയ്ക്കായി യാചിക്കുകയുണ്ടായി. ദൈവം ന്യായവിധി നടത്തുന്നതിന് മുൻപ് സോദോം ഗോമോറ പട്ടണങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതായി നാം വായിക്കുന്നു. ലോത്തിന്റെ വീട്ടിലേക്ക് വന്ന സകല ജനങ്ങൾക്കും അത്ഭുതകരമായി അന്ധത ബാധിച്ചത് ദൈവിക ഇടപെടലിന്റെ ഒരു അടയാളമായിരുന്നു. ഇതുപോലെ തന്നെ ദൈവം നിനവ പട്ടണത്തിന് ന്യായവിധി വരുമെന്ന് തന്റെ പ്രവാചകനായ യോനയിലൂടെ മുൻകൂട്ടി പറയുകയുണ്ടായി. ജലപ്രളയം വരുന്നതിന് മുൻപ് നോഹയിലൂടെ സകല ലോകത്തിനും ദൈവം മുന്നറിയിപ്പ് നൽകിയതായി നാം വായിക്കുന്നു. ക്രിസ്തുവിന്റെ മനസ്സുള്ള ആത്മീക കാഴ്ചപ്പാടുള്ളവരുമായി ദൈവം തന്റെ ചിന്തകൾ എപ്പോഴും പങ്കുവയ്ക്കുന്നു. ഇങ്ങനെയുള്ളവർ ദൈവ വഴികളിൽ നടക്കുന്നവരാണ്. അബ്രഹാം തന്റെ സ്നേഹിതനായിരുന്നതുകൊണ്ട് സോദോം ഗോമോറ പട്ടണങ്ങളെ നശിപ്പിക്കുവാൻ പോകുന്ന വഴി തന്നോട് ആ കാര്യം ആദ്യം അറിയിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. സത്യത്തിൽ ന്യായവിധി നടത്തുന്നതിന് മുൻപ് ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അതുവഴി ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാനും ഒരു വ്യക്തിയെ ദൈവം അന്വേഷിക്കുകയായിരുന്നു. തന്നോട് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദയ കാണിക്കുവാൻ ദൈവം എന്നും സന്നദ്ധനാണ്. ആ ദുഷ്ടനഗരങ്ങളെ നശിപ്പിക്കാതിരിപ്പാൻ അബ്രഹാം ആവർത്തിച്ച് അവർക്ക് വേണ്ടി യാചിച്ചപ്പോഴും ദൈവം അക്ഷമനായതായി നാം കാണുന്നില്ല. യെരമ്യാ പ്രവചനം 5 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവനുണ്ടോ? ഒരുത്തനെ കാണുമോ എന്ന് യെരൂശലേമിന്റെ വീഥികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുകയും അതിന്റെ വിശാല സ്ഥലങ്ങളിൽ തിരിഞ്ഞ് അറിയുകയും ചെയ്യുവൻ. കണ്ടുവെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും. നീതിമാനെ ദുഷ്ടനോടുകൂടെ നശിപ്പിക്കുകയില്ല എന്ന വസ്തുത ഈ ഭാഗത്തു നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. ലോത്ത് അപകടം മനസ്സിലാക്കുവാൻ കാലതാമസം വരുത്തിയെങ്കിലും തന്റെ വീട്ടിൽ വന്ന ദൂതന്മാർ തന്നെയും തന്റെ കുടുംബത്തെയും നിർബന്ധമായി പുറത്തിറക്കി സുരക്ഷിത സ്ഥാനത്തേക്ക് യാത്ര അയച്ചതായി നാം കാണുന്നു. ഈ ഭാഗത്തു നിന്ന്
അബ്രഹാമിന്റെ ഉന്നതമായ ആത്മീയ കാഴ്ചപ്പാട് നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. താൻ കേട്ടത് സത്യം തന്നെയാണെന്ന് ഉറപ്പുവരുത്താനായിരുന്നു ദൈവം ഈ പട്ടണങ്ങളിലേക്ക് പോകുവാൻ താല്പര്യപ്പെട്ടത്. കേട്ടത് സത്യമെങ്കിൽ ആ പട്ടണങ്ങളെ നശിപ്പിക്കുവാനായിരുന്നു ദൈവിക തീരുമാനം. അവിടെ ജീവിച്ചവരുടെ പാപനിമിത്തം ആ പട്ടണങ്ങളുടെ വിധി നിർണയിക്കപ്പെട്ടതായി അബ്രഹാമിന് ബോധ്യമുണ്ടായിരുന്നു. എന്നിരുന്നാലും തന്റെ സഹോദരപുത്രനായ ലോത്തിനോട് തനിക്ക് വലിയ അനുകമ്പയുണ്ടായിരുന്നു. തന്നെ വിട്ട ദുഷ്ടത നിറഞ്ഞ പട്ടണത്തിൽ പോയി താമസിച്ചതിന് അർഹതമായത് ലഭിച്ചു എന്ന് പറഞ്ഞ് അവനെ ദൈവിക ന്യായവിധിക്കായി വിട്ടുകളയുവാൻ അബ്രഹാം തയ്യാറായില്ല. തെറ്റായ തീരുമാനങ്ങൾ എടുത്തവരെ വിമർശിക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്യുവാൻ എളുപ്പമാണ്. എന്നാൽ അബ്രഹാം ലോത്തിനു വേണ്ടിയും ആ പട്ടണങ്ങൾക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്നു. ഇടിച്ചു താഴ്ത്തുന്നതും നിന്ദിക്കുന്നതിലുമല്ല, പ്രത്യുത സൗമ്യതയും സ്നേഹവും കാണിക്കുന്നതിലാണ് വാസ്തവമായ ജ്ഞാനത്തിന്റെ തെളിവ്. അബ്രഹാം പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കുന്നതായി നാം ഇവിടെ കാണുന്നു. തന്റെ മകളുടെ രോഗസൗഖ്യത്തിനായി കർത്താവിനോട് മടുത്തു പോകാതെ യാചിക്കുന്ന കനാന്യ സ്ത്രീയുടെ സംഭവം സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അവളോടുള്ള കർത്താവിന്റെ തണുപ്പൻ പ്രതികരണം അവളെ തെല്ലും നിരുത്സാഹപ്പെടുത്തിയില്ല. യജമാനന്മാരുടെ മേശയിൽ നിന്നും വീഴുന്ന അപ്പനുറുക്കുകൾ നായ്ക്കുട്ടികൾക്ക് തിന്നാമല്ലോ എന്ന് താൻ പറഞ്ഞതിൽ നിന്ന് ദൈവം ദയയും കരുണയും നിറഞ്ഞവനാണെന്ന് താൻ വിശ്വസിക്കുകയും അതിനായി യാചിക്കുകയുമായിരുന്നു എന്ന് മനസ്സിലാക്കാം. സാഹചര്യങ്ങളുടെ പരുപരുത്ത പുറംചട്ടകൾക്കുള്ളിലും ദൈവത്തിന്റെ കരുണയെന്ന യാഥാർത്ഥ്യം വിശ്വാസത്താൽ അവൾ കണ്ടു. ദൈവത്തിന്റെ നന്മയുടെ വലിപ്പം താൻ മനസ്സിലാക്കിയതുകൊണ്ട് അതിന്റെ നുറുക്കുകൾ പോലും തന്റെ ആവശ്യങ്ങൾക്ക് ധാരാളം മതിയാകുമെന്ന് താൻ വിശ്വസിച്ചു. നിന്റെ ആഗ്രഹം പോലെ തന്നെ ആകട്ടെ എന്ന് കർത്താവിന്റെ ഉത്തരം ആ വിശ്വാസത്തിന് ലഭിച്ച പ്രതിഫലമായിരുന്നു. ലൂക്കോസ് 18 മടുത്തു പോകാതെ യാചിച്ച വിധവയുടെ ഉപമ പറഞ്ഞപ്പോഴും ഈ വസ്തുത തന്നെയാണ് കർത്താവ് അടിവരയിടുന്നത്. അബ്രഹാമിന്റെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് മോശ തീർച്ചയായും അറിഞ്ഞിരിക്കണം. താനും ഇസ്രായേൽ മക്കൾ പാപം ചെയ്ത് ദൈവത്തിന്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നു. അവരെ നശിപ്പിക്കുവാൻ വേണ്ടി എന്നെ വിടുക എന്ന് ദൈവം പറയത്തക്കവണ്ണം മോശയുടെ പ്രാർത്ഥന അത്ര ശക്തവും ദൈവത്തെ സ്വാധീനിച്ചതുമായിരുന്നു. യെഹെസ്കേലിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാണ്. ഒരു വ്യക്തി അവൻ തന്നിൽ തന്നെ ബലപ്പെട്ട് വിശുദ്ധിയിലും ന്യായത്തിലും മതിൽ പണിയുന്നവനായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അക്രമത്തോടും പീഡനത്തോടും അശുദ്ധിയോടും എതിർത്ത് നിൽക്കുന്നതിൽ മറ്റുള്ളവർക്ക് അവൻ മാതൃകയായിരിക്കണം. സ്വന്തം ജീവിതത്തിലും താൻ സ്വാധീനിക്കുന്നവരുടെ ജീവിതത്തിലും താൻ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ദുഷ്ടശീലങ്ങൾക്കൊരു മാറ്റം വരുത്തുവാനും മറ്റുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിലും എരിവുള്ളവരായിരിക്കണം. ദൈവജനം പാപത്തിൽ അകപ്പെട്ടിരിക്കുമ്പോൾ അവരോട് ദയ കാണിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിക്കുവാൻ ഇങ്ങനെ ഒരുക്കമുള്ള മനുഷ്യനെയാണ് ദൈവം അന്വേഷിക്കുന്നത്. പാപത്തിലും അത് മുഖാന്തരം ഉണ്ടാകുന്ന കഷ്ടതയിലും മുഴുകിയിരിക്കുന്ന ജനം പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴും പാപത്തിന്റെ ഒഴുക്ക് നീതിമാർഗങ്ങളിലേക്ക് വഴിതിരിച്ചിടുവാൻ ആരുമില്ലാത്ത അവസ്ഥ വരുമ്പോഴും അത് ദൈവത്തിന്റെ ന്യായവിധി വളരെ അടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ദൈവത്തിന്റെ വിചാരങ്ങൾ മനസ്സിലാക്കി തന്റെ ഹിതപ്രകാരം പ്രാർത്ഥിപ്പിക്കുവാനും തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും ദൈവഭക്തിയിൽ ഉറപ്പിക്കാനുമായി നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ബലഹീനനായിടിലും
വഴി